ഇത് ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. തെളിവുകളും പരാതികളും ഉള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടി എടുക്കാറുണ്ട്. അങ്ങനെ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാത്തത് കൊണ്ടാവാം നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാൾ ഇപ്പോഴും പുറത്തു നിൽക്കും. അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികളൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ലോകം മുഴുവൻ കാണുന്ന രീതിയിലുള്ള പ്രത്യക്ഷമായ തെളിവുകളുണ്ട്, മൊഴികളുണ്ട്. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം ലൈംഗിക കുറ്റവാളിയാണ്. രണ്ട് സ്ഥിതിഗതികളിലുള്ളതാണ്, രണ്ട് പശ്ചാത്തലമാണ്. കോൺഗ്രസ് പറയുന്നത് CPM-ൽ ഇത്തരത്തിലുള്ള ഒരു പീഡന പരാതി വന്നാൽ അത് പാർട്ടി കോടതി അന്വേഷിച്ച് നടപടിയെടുക്കുന്നതാണ്. പോലീസിന് തന്നെ പരാതി കൈമാറിയതാണ്. അത്തരം വാർത്ത ഇന്ന് രാവിലെ ഞാനും കണ്ടു, മാധ്യമങ്ങൾ അത് കണ്ടു. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പരാതി വന്നാൽ പരാതി പോലീസിന് കൈമാറുകയും നിയമപരമായ വഴിയിൽ കൂടി തന്നെ അത് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതാണ്. പാർട്ടി ശിക്ഷ വിധിക്കാറൊന്നുമില്ല. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ഈ പീഡനത്തിനൊരു നേരിടുമല്ലോ. ഈ വീര്യം കുറഞ്ഞത്, വീര്യം കൂടിയത്, തീവ്രത കുറഞ്ഞ പീഡനം. ഇത് വളരെ തീവ്രത കുറഞ്ഞതും ഇത് കൂടിയതൊന്നാണ്. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായേനെ. അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ്. നിയമം അനുശാസിക്കുന്ന ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും അർഹമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാകണം. മുകേഷ് നിയമം അനുശാസിക്കുന്ന ശിക്ഷ പോകാൻ പാർട്ടിക്ക് നടപടിയൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ. പാർട്ടി ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല. അത് നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് പോകും. നിയമം ശിക്ഷ വിധിച്ചാൽ ഞങ്ങൾ അത് അംഗീകരിക്കുന്നേ. അതിലൊന്നും ഇടപെടാറില്ല. വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇത്രയധികം വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മര്യാദയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണമായിരുന്നു. ഇതുപോലെ ഒരു സ്ത്രീ പീഡകനാണെന്ന് അറിയുന്ന ആളിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. സമരത്തിന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി CS സുജാതയും അതുപോലെ തന്നെ ഞങ്ങളുടെ ദേശീയ നേതാവ് ശ്രീമതി ടീച്ചറൊക്കെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾ പ്രകടനങ്ങളും യോഗങ്ങളും ഉടനെ ആരംഭിക്കുകയാണ്. അത് ഈ വിഷയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണെങ്കിലും ശരിയല്ലാത്ത ഏത് കാര്യത്തിനെതിരെയും ഇടതുപക്ഷം ഉണ്ടാകും. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അഴിമതി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണകൂടത്തിന്റെ അവസാനം കണ്ടേ തീരൂ എന്നുള്ളത് അതൊരു ചരിത്ര നിയോഗമാണ്. ഇപ്രാവശ്യം BJP അവിടെ പരാജയപ്പെടുക തന്നെ ചെയ്യും. ആ സ്വർണ്ണക്കൊള്ള ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥാനാർത്ഥി എന്നതിൽ വീടുകളിൽ കയറുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് അഭിനന്ദനമാണ് കിട്ടുന്നത്. കാരണം നിങ്ങളുടെ പിണറായി സഖാവ് തന്നെയാണ് ആഭ്യന്തരം കൈയാളുന്നത്, ആഭ്യന്തര വകുപ്പാണ് കേസുകൾ നോക്കുന്നത്. പത്മകുമാറിനെ പോലെ പാർട്ടിയുടെ മുൻനിരയിലുള്ള ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ഒരു അഴിമതിയും ഇല്ലാത്ത രീതിയിൽ സുതാര്യമായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടികൾ കൈക്കൊള്ളുകയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഈ കേസിൽ അങ്ങേയറ്റം സംശുദ്ധരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഞങ്ങളെ ജനം അംഗീകരിക്കുന്നുണ്ട്. ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചോട്ടെ എന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും പറഞ്ഞത്. ഞങ്ങൾ ആ കാര്യത്തിലൊന്നും കൈയിടുകയില്ല. അയ്യപ്പന്റെ കാര്യത്തിലും മറ്റു വിഷയങ്ങളിലും ഒന്നും അഴിമതി നടന്നാൽ പാർട്ടി ഇടപെടില്ല. ഇത്തരത്തിലുള്ള ഒരു പീഡന പരാതി വന്നാൽ അത് പാർട്ടി കോടതി അന്വേഷിച്ച് നടപടിയെടുക്കുന്നതാണ്. പോലീസിന് തന്നെ പരാതി കൈമാറിയതാണ്. അത്തരം വാർത്ത ഇന്ന് രാവിലെ ഞാനും കണ്ടു, മാധ്യമങ്ങൾ അത് കണ്ടു. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പരാതി വന്നാൽ പരാതി പോലീസിന് കൈമാറുകയും നിയമപരമായ വഴിയിൽ കൂടി തന്നെ അത് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതാണ്. പാർട്ടി ശിക്ഷ വിധിക്കാറൊന്നുമില്ല. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ഈ പീഡനത്തിന്റെ ഒരു നേരിടുമല്ലോ. വീര്യം കുറഞ്ഞത്, വീര്യം കൂടിയത്, തീവ്രത കുറഞ്ഞ പീഡനം. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്.
അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും.